തലേന്നക്കത്തെ മത്തിക്കറി ബാക്കിയുള്ളതുകൊണ്ട് തന്നെ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഉറപ്പിച്ചിരുന്നു ഭൂരി ആക്കണം എന്നുള്ളത്. കാരണം ഭൂരി ഉണ്ടാക്കാൻ നിന്നാൽ ടൈം പോണോ അറിയില്ല കേട്ടാ. അതുകൊണ്ട് തന്നെ കറി ഉണ്ടാക്കാൻ പിന്നെയും ടൈം കുറേ പോകും. അതുകൊണ്ടാണ് തലേന്നക്കത്തെ കറി ബാക്കി ഉണ്ടാവുമ്പോൾ മാത്രം ഞാൻ ഭൂരി ചുടണത്. ഭൂരി ചുട്ടുകൊണ്ട് നിൽക്കുന്നതിൻ്റെ ഇടയിൽ കറണ്ട് പോയിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ഫ്ലാഷും കത്തിച്ചിട്ടുണ്ട് ഈ ഭൂരിയൊക്കെ പാടി ചുട്ട് തീർന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ കറണ്ട് വരാനൊന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ തന്നെ കാലിയാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ഉമ്മ ഉണ്ടിട്ട് അങ്ങനെ നിൽക്കണേ. കോഴിക്കോട് തുറക്കാൻ വേണ്ടി വന്നതാണ്. ആകെ ഒരു കോഴിയുള്ളൂ. അത് മാത്രമല്ല കോഴിക്കോടിന്റെ അവസ്ഥ ഭയങ്കര പരിതാപകരമാണ്. ആ പോണ ഒരു മുതലിനാണ് ട്ടോ ഇത്ര വലിയ ഡിമാൻഡ്. എന്നാലും ഉമ്മ പോണതിന്റെ പിന്നാലെ പോവും. അമ്മ അതിലാണ് ട്ടോ ഉമ്മ കൊണ്ടുനടക്കണത്. ഞാൻ പിന്നെ ഇതാ ഈ കോണിയായിട്ട് എങ്ങട്ടാണെന്നല്ല വേറെ എടുക്കുമല്ല നമ്മളെ കുറച്ച് ദിവസമായിട്ട് പപ്പായ എപ്പോൾ പൊഴുക്കുമെന്ന് പറഞ്ഞ് നടക്കൽ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായിട്ടാ. 3 പപ്പായ ഉണ്ടായിരുന്നു. അതിലൊരു പപ്പായ ഒരാൾ കൊണ്ടുപോയി. ആ ആള് ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആ 3 പപ്പായും എന്റേതായിരുന്നു. ഇമ്മക്ക് കറി വെക്കാൻ പോലും ഞാൻ കൊടുക്കാതെ വെച്ചിരുന്നതായിരുന്നു ട്ടാ. കള്ളനാന്നൊന്നും ആരും വിചാരിക്കരുത്. അമ്മക്ക് വേണ്ടപ്പെട്ട ആൾ തന്നെയാണ്. വീട്ടിൽ വിരുന്ന് വന്നപ്പോൾ ജസ്റ്റ് മൂപ്പരാൾ പൊക്കിയതാണ്. അങ്ങനെ കിട്ടിയ കോണി കിട്ടിയോടെ തന്നെ കൊണ്ടുപോയി വെച്ചിങ്ങാണ്ട് ഞാനും മുറിച്ച പപ്പായായിട്ട് വെല്ലനെ വീട്ടിലേക്ക് നടന്നിട്ടാ. ഇനി ഇതൊന്നും കൂടി പഴുത്തിട്ട് വേണം എനിക്ക് കഴിക്കാനായിട്ട്.